ഇന്ന് അതിഥിയായി എത്തിയിരിക്കുന്നത് ബുള്ളറ്റ് റൈഡറായ സീമ വാര്യറാണ്. 51 വയസ്സുകാരിയായ സീമ ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ടീച്ചർ കൂടിയാണ്. സ്വാഗതം സീമ. നമസ്കാരം. അപ്പം ഒത്തിരി പേർക്ക് ഇൻസ്പിറേഷൻ ആകുന്ന സീമ, എനിക്ക് തോന്നുന്നു കുറച്ച് കാലമായിട്ട് നമ്മുടെ ബുള്ളറ്റ് റൈഡിങ്ങിൽ സജീവമായിട്ട്, പ്രത്യേകിച്ച് ഇന്ത്യ പോലുള്ള എല്ലാ സംസ്ഥാനങ്ങളൊക്കെ തന്നെ കവർ ചെയ്യുന്ന രീതിയിൽ ബുള്ളറ്റ് റൈഡിങ് നടത്തിയിട്ടുള്ള ഒരാളാണ്. വലിയ ഇൻസ്പിറേഷനാണ്. എങ്ങനെയാണ് നമ്മൾ ഒരു പക്ഷേ 51ാമത്തെ വയസ്സിലും ഈ പറഞ്ഞ പോലെ ബുള്ളറ്റ് റൈഡിങ്ങിലേക്ക് എത്തുന്നത്? എത്തുന്നതെന്ന് പറയുമ്പോൾ ഞാൻ 49 ഇയേഴ്സ് ആകുമ്പോഴാണ് തുടങ്ങിയത്. 49 ഇയേഴ്സ് ആകുമ്പോൾ ഹസ്ബൻഡ് ഒരു ഗിഫ്റ്റ് തന്നതാണ് ബുള്ളറ്റ്. കുറെ കാലമായിട്ട് ആഗ്രഹമായിരുന്നു. ഇത് 10 ഇയേഴ്സ് ആയിട്ടുള്ള ആഗ്രഹമായിരുന്നു, പക്ഷെ നടക്കുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ 49 ഇയറിലാവുമ്പോഴാണ് ഞാൻ സീരിയസ് ആയിട്ട് വേണം എന്ന് ആലോചിച്ചു തുടങ്ങിയത്. അപ്പൊ ആ സമയത്ത് ഞങ്ങൾ കുറെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചു, ഹസ്ബൻഡിന്റെ ഫ്രണ്ട്സിനോടും എന്റെ ഫ്രണ്ട്സിനോടും. അവരൊക്കെ പറഞ്ഞു, ഇനിയിപ്പോ 50 വയസ്സ് ആവാൻ പോവല്ലേ, ഇനിയിപ്പോ ഈ സമയത്ത് നിങ്ങൾക്ക് ബുള്ളറ്റ് വേണോ, നിങ്ങൾക്ക് വല്ല കാറിൽ ഇൻവെസ്റ്റ് ചെയ്തതൊക്കെ ചോദിച്ചു. അങ്ങനെ കുറെ തിരിഞ്ഞും പറഞ്ഞിട്ടുമാണ് പിന്നെ തീരുമാനിച്ചത്, ബുള്ളറ്റ് വാങ്ങാൻ തീരുമാനിച്ചിട്ട് ഓടിച്ചു തുടങ്ങിയത്. ദാറ്റ്സ് ഹൗ ഇറ്റ് ഹാപ്പൻഡ്. ഈ ബുള്ളറ്റ് റൈഡിങ് അത്രയും എളുപ്പമുള്ളൊരു കാര്യമല്ല എന്ന് എല്ലാവർക്കും അറിയാം. അതിനൊരു കൃത്യമായ പരിശീലനത്തിൻ്റെ ആവശ്യമുണ്ട്. എങ്ങനെയാണ് അത് കുട്ടിക്കാലം മുതൽ തന്നെ ഈ ബുള്ളറ്റ് റൈഡിങ് സ്വപ്നം കാണുകയോ അല്ലെങ്കിൽ അതിൻ്റെ പ്രാക്ടീസൊക്കെ നടത്തിയിരുന്നോ, അതോ ഈ വളരെ റീസെൻ്റ്ലി ആണോ ഈ ബുള്ളറ്റ് റൈഡിങ് നടത്തി തുടങ്ങിയത്? അല്ല, ബുള്ളറ്റ് ഓടിച്ചു തുടങ്ങിയത് 49 ഇയേഴ്സിലാണ്. അതിന്റെ മുമ്പ് സ്കൂട്ടി ഓടിച്ചിരുന്നു. ഗിയർലെസ് ആയിട്ടുള്ള വെഹിക്കിൾസ് ഞാൻ 12th സ്റ്റാൻഡേർഡ് തൊട്ട് ഓടിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ബുള്ളറ്റ് റൈഡിങ് ഇല്ല, ഞാൻ 49th ഇയറിൽ തുടങ്ങിയതാണ്. അതിന് ഞങ്ങൾക്ക് ഒരു CRF എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ട്, ഞങ്ങളുടെ ഒരു ബൈക്കിംഗ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ അവിടുന്ന് ചെറിയൊരു ട്രെയിനിങ് ഒക്കെ തന്നിട്ട് അങ്ങനെയാണ് തുടങ്ങിയത്. അത് ആൾക്കാർ പറയുന്ന പോലെ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾക്ക് 2 വീലർ അറിയാമെന്നുണ്ടെങ്കിൽ പിന്നെ അത് അത്രയ്ക്ക് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല. ഇറ്റ് ഇസ് അബ്സല്യൂട്ട്. എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആർക്കും ചെയ്യാൻ പറ്റും എന്നാണ് എന്റെ ഒരു വിശ്വാസം. ഓക്കെ. ഇപ്പം നമ്മുടെ ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളും കവർ ചെയ്തു, ഇല്ലെങ്കിൽ ഒരു ഓൾ ഇന്ത്യ റൈഡ് നടത്തി എന്നാണ് മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ്? എത്ര വട്ടമാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ഓൾ ഇന്ത്യ റൈഡൊക്കെ നടത്തിയിട്ടുള്ളത്? അത് ബുള്ളറ്റ് വന്ന് കഴിഞ്ഞിട്ട് ഹസ്ബൻഡ് ഓടിക്കില്ല, ഞാനാണ് ഓടിക്കുക. അപ്പൊ ഞങ്ങളൊരു ഇവിടുന്ന് ഗോവ ടു മുംബൈ ഒരു ട്രിപ്പ് അടിച്ചു. ഞാനാണ് വണ്ടി ഓടിച്ചു കൊണ്ടത്. ഹസ്ബൻഡ് പില്ലിയനായിരുന്നു. അതാണ് ഞങ്ങളുടെ ഏറ്റവും ഫസ്റ്റ് ആയിട്ടുള്ള ലോങ് റൈഡ് അതായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് എനിക്കൊരു തോന്നല് വന്നു, എനിക്കിന്ന് പോകണം എന്നുള്ളത്. എനിക്ക് ലഡാക്ക് പിന്നെ എല്ലാ ബൈക്കേഴ്സിന്റെ ഒരു ഡ്രീം ആണല്ലോ. അപ്പൊ അങ്ങനെ ഞങ്ങളുടെ ലഡാക്കിലേക്ക് പോകണം എന്നൊരു തോന്നൽ തോന്നിയപ്പോ ആണ് പോയി. ഞാൻ ഫസ്റ്റ് ഇയർ ഞാൻ സോളോ പോയി. ഒരു പ്രാവശ്യം സോളോ പോയി, ജമ്മു വരെ പോയി തിരിച്ചു വന്നു. പക്ഷെ ജമ്മുവിന്റെ അവിടെ എന്താ പറയാ, ഭയങ്കര ലാൻഡ് സ്ലൈഡ്സ് ഒക്കെ ആയിരുന്നു. അപ്പൊ ഞാൻ അവിടുന്ന് തിരിച്ചു പോന്നു. ആ എക്സ്പീരിയൻസ് വാസ് ബ്യൂട്ടിഫുൾ. സോളോ റൈഡിന്റെ എക്സ്പീരിയൻസ് വാസ് അബ്സല്യൂട്ട്ലി ബ്യൂട്ടിഫുൾ. എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഇതായിരുന്നു. എവിടെയും എനിക്ക് ഒറ്റപ്പെട്ടു എന്ന് തോന്നിയില്ല. എവിടെ പോയാലും ഐ വാസ് റിസീവ്ഡ് വെരി വെൽ. ഭയങ്കര സ്നേഹവും ഇഷ്ടമായിരുന്നു. എല്ലാ സ്റ്റേറ്റിലും പോയ സ്റ്റേറ്റിലൊക്കെ ഇറ്റ് വാസ് ലൈക്ക് വെരി ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷെ ജമ്മു എത്തുമ്പോഴേക്കും അവിടെ ഓഫ് റോഡ്സ് ഒക്കെ തുടങ്ങി. എനിക്ക് ഓഫ് റോഡ്സ് ഭയങ്കര പേടിയാണ്. അപ്പൊ അവിടുന്ന് ഞാൻ പിന്നെ തിരിച്ചു പോന്ന്, അങ്ങനെയാണ് തിരിച്ചു വന്നത്. കംപ്ലീറ്റ് ചെയ്തില്ല. ലഡാക്ക് വരെ പോകണമെന്നുള്ള ആഗ്രഹത്തിലായിരുന്നു, പക്ഷെ അന്ന് തിരിച്ചു വരേണ്ടി വന്നു. ജമ്മു വരെ പോയി തിരിച്ചു വരേണ്ടി വന്നു. പക്ഷെ നെക്സ്റ്റ് ഇയർ ഞങ്ങളുടെ ഈ ബൈക്കിംഗ് ഗ്രൂപ്പ് ഫൗണ്ടറാണ് ഫൈസ് പറഞ്ഞു, ഞാൻ ചേച്ചിനെ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് സെക്കൻഡ് ടൈം ഒരു അറ്റംപ്റ്റ് കൂടി നടത്താമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് സെക്കൻഡ് ടൈം ഞാൻ ലഡാക്കിലേക്കുള്ള പുറപ്പാടായത്. ഓക്കെ. അപ്പം പൊതുവെ സോളോ ട്രിപ്പാണോ കൂടുതലും എൻജോയ് ചെയ്യുന്നത്, അതോ ഈ പറഞ്ഞ പോലെ ഒരു ഗ്രൂപ്പിന്റെ കൂടെ യാത്ര ചെയ്യുന്നതാണോ കൂടുതൽ കംഫർട്ടബിൾ? ആണ് എനിക്ക് ആക്ച്വലി പ്രിഫർ ചെയ്യുക. ബിക്കോസ് നമ്മുടെ ടൈമിംഗ് ആണ്, നമ്മുടെ ഇഷ്ടമാണ്, നമുക്ക് എവിടെ സ്റ്റോപ്പ് ചെയ്യണം. ആൻഡ് നമുക്ക് എക്സ്പീരിയൻസ് വേറെ ആണ്. നമ്മളൊരു എവിടെയും എത്തേണ്ട ഒരു ധൃതിയില്ല. നമുക്ക് വേണ്ടോട്ട് നമ്മൾ നിർത്തി. ഞാൻ സോളോ ട്രിപ്പ് പോകുമ്പോൾ ആൾക്കാരൊക്കെ വർത്താനം, റോഡിൽ നിന്നിട്ടും ഏതെങ്കിലും കടയിൽ കയറിയിട്ടും ആൾക്കാരോടൊക്കെ വർത്താനം പറഞ്ഞിട്ട് ആ ഒരു ഫ്രീഡം നമ്മൾ ഗ്രൂപ്പ് റൈഡിൽ പോകുമ്പോൾ ഉണ്ടാവില്ല. ബിക്കോസ് അത് എല്ലാവരും കൂടിയിട്ടുള്ള ഗ്രൂപ്പ് അല്ലേ. സോ ഐ ഹാവ് ടു ഫോളോ ദി ഇൻസ്ട്രക്ഷൻസ് ഓഫ് മൈ ഗ്രൂപ്പിന്റെ ഹെഡിനെ ഫോളോ ചെയ്യും. ഇത് സോളോ ആകുമ്പോൾ ഇറ്റ്സ് ലൈക്ക് യുവർ ഓൺ ദിസ് തിങ്. അപ്പൊ ആ റൈഡ് വാസ് യെസ് ഡെഫിനറ്റ്ലി ഞാൻ കുറെ കൂടി എൻജോയ് ചെയ്ത റൈഡ് അതാണ്. ബിക്കോസ് കുറെ ആൾക്കാരോട് എനിക്ക് ഇന്ററാക്ട് ചെയ്യാൻ പറ്റി. റോഡ് സൈഡിലുള്ള ഫ്രൂട്ട് സെല്ലേഴ്സിനോട്, ബ്ലാങ്കറ്റ് സെല്ലേഴ്സിനോട്, ഒരു കാരവാൻ പോണ്ടായിരുന്നു. എന്താ പറയാ, ഞാൻ ഡൽഹി സൈഡ് പോകുമ്പോ ഒരു ക്യാമൽസിന്റെ കാരവാൻ പോയിരുന്നു, ആ ലേഡീസിനോട്. സോ that was a beautiful experience. This was a separate experience. ഗ്രൂപ്പിന്റെ കൂടെ പോകുമ്പോൾ വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ബട്ട് യെസ്, സോളോ always like something ടോട്ടലി ഡിഫറെന്റ് ആണ്. ആൻഡ് എന്നോട് ചോദിക്കുന്ന ഒരു കാര്യം, സോളോ പോകുമ്പോ പേടിയാവില്ലേ, ഇസ് ഇറ്റ് സേഫ്? ഞാൻ എക്സ്പീരിയൻസ് എടുത്തോളം ഇറ്റ് വാസ് അബ്സല്യൂട്ട്ലി സേഫ് ആയിരുന്നു.
എനിക്ക് എവിടെയും ഒരു ബുദ്ധിമുട്ട്. ലക്കിലി എന്റെ വണ്ടിക്ക് ഇഷ്യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ദാറ്റ് ഇസ് വൺ ഓഫ് ദ മേജർ റീസൺസ്. പംകിൻ, മൈ വണ്ടി ഈസ് കോൾഡ് പംകിൻ. അപ്പൊ പംകിന്റെ ഇഷ്യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് ആവും വൺ ഓഫ് ദ റീസൺസ് അതാവും. ആൻഡ് പിന്നെ അത് കഴിഞ്ഞിട്ടും കാണുന്ന ആൾക്കാരൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. ഇറ്റ് വാസ് വെരി നൈസ്. ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു അത്. ഓക്കെ, ഒത്തിരി സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് വളർത്തു മൃഗങ്ങൾക്കാണ് നമ്മൾ ഒരു പക്ഷേ ഇതുപോലെ സ്നേഹനാമം കൊടുക്കുന്നത്. അപ്പം അതുപോലെ ഒരു വണ്ടിക്ക് പംകിൻ എന്ന പേര് കൊടുത്തതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അപ്പം നമ്മൾ ഈ യാത്ര ചെയ്യുന്നതിനിടയിൽ എപ്പോഴെങ്കിലും ഈ പറഞ്ഞ പോലെ മറക്കാനാവാത്തൊരു ഓർമ്മ ഇല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട് എപ്പോഴെങ്കിലും? പ്രത്യേകിച്ച് സോളോ ട്രിപ്പൊക്കെ ചെയ്യുന്ന ആളാണ്. Ladakh trip was like totally like that. I mean, the second time ഗ്രൂപ്പിൽ പോയപ്പോ ഇറ്റ് വാസ് ലൈക്ക് ഞങ്ങള് ബാംഗ്ലൂരിലായിരുന്നു. ഒഫീഷ്യലി ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്നാണ് ഞങ്ങളുടെ റൈഡ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇറ്റ് വാസ് സ്റ്റിൽ ഡൽഹി അല്ല, ടിൽ ശ്രീനഗർ എത്തണ വരെ ഇറ്റ് വാസ് വെരി ഹോട്ട്. ക്ലൈമറ്റ് വാസ് ഞങ്ങൾ മെയ് എൻഡിലാണ് പോയത്. അപ്പൊ ഭയങ്കര ചൂടായിരുന്നു. ആൻഡ് അവിടുന്ന് ജമ്മു കയറിയ ഉടനെ ഇറ്റ് വാസ് ലൈക്ക് വെരി കോൾഡ്. അവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഇറ്റ് വാസ് ഭയങ്കര തണുപ്പും. സോ ദാറ്റ് ക്ലൈമാറ്റിക് കണ്ടീഷൻസ് വാസ് വൺ ഓഫ് ദ തിങ്സ് ദാറ്റ് വി ഓൾ ഫേസ്. ഞങ്ങളൊരു 6 ഗേൾസ് ആണ് പോയത്. അപ്പൊ ആ ഒരു പ്രോബ്ലം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. പിന്നെ പേഴ്സണലി ഞാൻ ഫേസ് ചെയ്തൊരു പ്രോബ്ലം, എനിക്ക് ഓഫ് റോഡ്സ് ഭയങ്കര പേടിയാണ്. എനിക്ക് ഇപ്പോഴും ഓഫ് റോഡ്സിലേക്ക് പോകാൻ എനിക്ക് ടെൻഷനാണ്, സ്ട്രെസ് ആണ്. അപ്പൊ ഞമ്മള് ജമ്മു കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് അങ്ങോട്ട് കുറെ ഓഫ് റോഡ്സ് ഉണ്ട്. അപ്പൊ ആ ഓഫ് റോഡ്സ് പോവാൻ എനിക്ക് എന്റെ ടീമിന്റെ സപ്പോർട്ട് ഇല്ലാണ്ട് എനിക്ക് പറ്റിയിരുന്നില്ല. ഐ മീൻ ഐ എം റിയലി ഇൻഡെപ്റ്റഡ് ടു മൈ ടീം ഓഫ് 5 ഗേൾസ്. ആൻഡ് ഞങ്ങളുടെ ഫൗണ്ടർ ഫൈവ് ഉണ്ടായിരുന്നു. ഞങ്ങളുടെ കൂടെ ഒരു മെക്കാനിക് ഷമീം ഉണ്ടായിരുന്നു. അപ്പൊ അവരൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ ചിലപ്പോൾ പറ്റിയിരുന്നില്ല. പക്ഷെ ഇറ്റ് വാസ് ലൈക്ക് അവരുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് ഇറ്റ് വാസ് വെരി വെരി ഈസി ഫോർ മീ ടു ഡു ദാറ്റ്. പക്ഷെ ഓഫ് റോഡ് വാസ് ദ മോസ്റ്റ് ടഫസ്റ്റ് തിങ് ദാറ്റ് ഐ ഫേസ്. ഹാപ്പി മൊമെന്റ്സ് എന്ന് പറയുമ്പോൾ ലേ എത്തുക വാസ് മൈ ഡ്രീം. ലേന്റെ ഉള്ളിലേക്ക് കയറി അവിടെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നത് വാസ് വൺ ഓഫ് ദി ബെസ്റ്റ് തിങ്സ്. ആൻഡ് അവിടുത്തെ എന്താ പറയുക, സീനറി ഈസ് ലൈക്ക് ഔട്ട് ഓഫ് ദ വേൾഡ് സീനറിയാണ്. ആൻഡ് another thing was namla Umlingla is the highest motorable pass in the world ane ഏറ്റവും ഹൈറ്റ് കൂടിയ ഒരു റോഡാണ് ഉംലിംഗ്ല. സോ റീച്ചിങ് ദെയർ അവിടെ ഞാൻ ഒരിക്കലും എത്തും എന്ന് എനിക്ക് തോന്നില്ല. ബിക്കോസ് അവിടെ എത്തുമ്പോ അത്രയും ഹൈറ്റ്, ഇറ്റ്സ് ഈവൻ ഹയർ ദാൻ ദ എവറസ്റ്റ് ബേസ് ക്യാമ്പിനേക്കാളും ഹയർ ആണ്. അപ്പൊ ആൻഡ് കിളിമഞ്ചാറിനേക്കാളും ഐ തിങ്ക് ഇറ്റ്സ് ജസ്റ്റ് 10 meters ബിലോ കിളിമഞ്ചാറോ. അപ്പൊ അങ്ങനെയാകുമ്പോൾ ഓൾട്ടിറ്റ്യൂഡിന്റെ ഇഷ്യൂസ് കാരണം കുറെ മെഡിക്കൽ, ആൻഡ് ഓൾറെഡി ഐ വാസ് 51 അറ്റ് ദാറ്റ് ടൈം. അപ്പൊ അതുകൊണ്ട് എനിക്ക് പേടിയുണ്ടായിരുന്നു എന്തെങ്കിലും മെഡിക്കൽ ഇഷ്യൂസ് വരുമോ എന്നൊക്കെ പേടിയുണ്ടായിരുന്നു. പക്ഷെ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ലക്കിലി അങ്ങനത്തെ ഇഷ്യൂസ് വണ്ടിക്കും ഉണ്ടായില്ല, എനിക്കും ഉണ്ടായില്ല. സോ ദാറ്റ് വാസ് വൺ ഓഫ് ദി മോസ്റ്റ്. ആൻഡ് ഞങ്ങൾ എത്തുമ്പോൾ സൺസെറ്റിന്റെ ടൈം ആയിരുന്നു. ഇറ്റ് വാസ് വെരി കോൾഡ്, ഭയങ്കര തണുപ്പായിരുന്നു. പക്ഷെ ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്. സോ റീച്ചിങ് ഉംലിംഗ്ല അതായത് ഞങ്ങളുടെ മെയിൻ എയിം അതായിരുന്നു, ഉംലിംഗ്ല എത്തുക എന്നുള്ളതായിരുന്നു. സോ ഉംലിംഗ്ല എത്തിയപ്പോൾ ഇറ്റ് വാസ് ലൈക്ക് എ ബ്യൂട്ടിഫുൾ ഫീലിംഗ്. And it was a team effort, total team effort ആയിരുന്നു. അവിടെ എത്തണ വരെ it was a team effort. So our team was very nice. ഓക്കെ, ഈ ടീം എഫേർട്ട് പോലെ തന്നെ നമുക്ക് വലിയൊരു എഫേർട്ട് ഈ പറഞ്ഞ പോലെ കുടുംബത്തിൻ്റെ സപ്പോർട്ട് വേണ്ടി വരും. പ്രത്യേകിച്ച് വേണം നിർബന്ധമില്ലെങ്കിൽ പോലും നമുക്ക് അങ്ങനെ ഒരു സപ്പോർട്ട് കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. എങ്ങനെയാണ് പൊതുവെ കുടുംബത്തിൻ്റെ ഒരു സപ്പോർട്ട്? വെരി ട്രൂ. അപ്പൊ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ ഹസ്ബൻഡാണ് ബൈക്ക് വാങ്ങി തന്നെ. അപ്പൊ പിന്നെ ആ ഒരു സപ്പോർട്ട് എനിക്ക് എപ്പോഴും ഉണ്ട്. ഒരിക്കലും ഹീസ് നെവർ ആസ് മീ ഇതിനാ പോണേ, ഇതിന് ബുദ്ധിമുട്ടാവില്ലേ, എന്തെങ്കിലും ഇഷ്യൂ ആവും. ദി ഓൺലി തിങ്, ഞാൻ സോളോ പോകുമ്പോ എന്നോട് പറഞ്ഞിരുന്നു എനിക്ക് ലൈവ് ലൊക്കേഷൻ ഷെയർ. അത് എന്റെ ഫസ്റ്റ് അത്രയും ലോങ് സോളോ ട്രിപ്പ് ആയിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ ലൈവ് ലൊക്കേഷൻ ഒന്നും ഞാൻ ഷെയർ ചെയ്യാൻ പോകില്ല. ഞാൻ എവിടെയാണോ എത്തണേ അവിടെ ഐ വിൽ ഗിവ് യു മെസ്സേജ്. സോ ആ ഒരു സപ്പോർട്ട് ഓഫ് കോഴ്സ് ഐ ഹാവ്. ആൻഡ് മൈ പേരൻസ് ആർ വെരി വെരി സപ്പോർട്ടീവ്. ഇപ്പൊ എന്റെ ഒരു കൈന്റെ ഓപ്പറേഷൻ കഴിഞ്ഞു, ലാസ്റ്റ് ഒക്ടോബറിൽ എന്റെ കൈന്റെ ഓപ്പറേഷൻ കഴിഞ്ഞു. അപ്പൊ അച്ഛൻ കഴിഞ്ഞ മാസം ചോദിക്കാം നീ എന്താ ഇങ്ങോട്ടും പോണില്ലേ. അപ്പൊ സോ ദാറ്റ് സോർട്ട് ഓഫ് സപ്പോർട്ട്. ആൻഡ് ഞാനിപ്പോ ഒരു ലോങ് റൈഡ്, അത് കഴിഞ്ഞിട്ട് ഞാൻ ലോങ് റൈഡ് പോയത് ബാംഗ്ലൂരാണ്. സോ എനിക്ക് പറയാൻ ഭയങ്കര പേടിയായിരുന്നു അച്ഛനും അമ്മയോടും, ബിക്കോസ് അവരിങ്ങനെ ടെൻഷൻ ആവും ഞാൻ പോകുമ്പോ. പക്ഷെ ഞാൻ പറഞ്ഞു കൊടുത്ത അച്ഛൻ പറഞ്ഞു വെരി ഗുഡ്, നീ പോയി എൻജോയ് ചെയ്തോ. സോ ദാറ്റ് സോർട്ട് ഓഫ് സപ്പോർട്ട്. അമ്മയ്ക്ക് ഓഫ് കോഴ്സ് അമ്മയ്ക്ക് അതിനായിട്ട് ചെറിയൊരു സ്ട്രെസ്, ഷീ നെവർ സേ നോ. ബട്ട് ദെൻ അമ്മയ്ക്ക് അമ്മയുടെ ആയിട്ടുള്ള ഒരു സ്നേഹം കൊണ്ടുള്ള ഒരു ഇതാണ്. ബട്ട് അച്ഛൻ, ഐ മീൻ ഈവൻ മൈ സിസ്റ്റർ, എവരിബഡി, ഈവൻ മൈ സൺ ഇസ് 26 years old. അവൻ വണ്ടിയൊന്നും ഓടിക്കില്ല. പക്ഷെ അവൻ ഇങ്ങനെ വീണ് കഴിയുമ്പോ അവൻ പറയും അമ്മ ഇവിടെ പാല് വാങ്ങാൻ പോവാണെങ്കിലും അമ്മ വിടുള്ളൂ. സോ ഇറ്റ് ഡസന്റ് മാറ്റർ, അമ്മ ചെയ്തോളാം, കുഴപ്പമില്ല. ഫാമിലി സപ്പോർട്ട് ഇസ് അബ്സല്യൂട്ട്ലി നെസസറി. അത് ഞങ്ങളുടെ ബൈക്കിംഗ് ഗ്രൂപ്പിൽ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. കുറെ ഗേൾസ് ചെയ്യാൻ പറ്റാത്ത വൺ ഓഫ് ദ മെയിൻ റീസൺസ് അവർക്ക് ഫാമിലി സപ്പോർട്ട് ഇല്ലാത്തതാണ്. സോ ദാറ്റ് ഇസ് സംതിങ് ദാറ്റ് ഐ എം വെരി ലക്കി എനിക്ക് ഉണ്ട്. സോ ദാറ്റ് ഇസ് വൺ തിങ് ദാറ്റ് ഐ എം വെരി ഹാപ്പി അബൌട്ട്.
അത് ഒത്തിരി ഓടിക്കുമ്പോൾ സന്തോഷം. നമുക്കൊരു സമാധാനമാണ്. നമ്മുടെ സപ്പോർട്ട് ഉണ്ട്, ഫാമിലിയുടെ സപ്പോർട്ട് പിന്നിലുണ്ട്. ആക്ച്വലി എന്റെ 2 ഓപ്പറേഷൻസ് കഴിഞ്ഞിട്ടുണ്ട്, ഒന്ന് റിസ്റ്റും ഒന്ന് ഷോൾഡറും. പക്ഷെ 2 പ്രാവശ്യം nobody has ever told me, ചേച്ചി മാത്രമാണ് ചിലപ്പോൾ ദേഷ്യപ്പെടുക, ബട്ട് അതർ ദാൻ ദാറ്റ് nobody has told me not to go, ചെയ്യരുത്, നീ ഇനി പോണ്ടാന്നുള്ളത് എന്റെ ഫാമിലി സൈഡിൽ നിന്ന് ആരും പറഞ്ഞിട്ടില്ല. സോ ദാറ്റ് ഇസ് എ ബിഗ് സപ്പോർട്ട്. ഓക്കെ. ഈ 2 സർജറി കഴിഞ്ഞു എന്ന് പറയുമ്പോഴത്തേക്കും ഈ ട്രിപ്പിൻ്റെ ഭാഗമായിട്ടില്ലെങ്കിൽ അങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്തുണ്ടായ പരിക്കുകളാണോ അതോ മറ്റെന്തെങ്കിലും ആക്സിഡൻസ് ആയിരുന്നോ? അല്ലല്ല, അത് ഞങ്ങൾക്കൊരു ലാസ്റ്റ് ഇയർ ഞങ്ങൾക്കൊരു സ്റ്റണ്ട് വാർഫെയർ, ഞങ്ങളുടെ CRFന്റെ ഞങ്ങളുടെ ബൈക്കിംഗ് ഗ്രൂപ്പിന്റെ ഒരു ബാംഗ്ലൂർ വെച്ചിട്ട്, ഒരു ബാംഗ്ലൂരിന്റെ അടുത്ത് ശൂലഗിരി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു സ്റ്റണ്ട് വാർഫെയർ ഉണ്ടായിരുന്നു. അപ്പൊ അതിന് വോളണ്ടിയർ ആയിട്ട് പോയതാണ്, ബൈക്ക് എടുത്തിട്ട് പമ്പിനെ എടുത്തിട്ട് ഞാൻ പോയത്. അപ്പൊ ഇറ്റ് വാസ് ലൈക്ക് 2 days. അപ്പൊ തലേ ദിവസം ഞാൻ ബൈക്കിൽ പോയി 2 days വോളണ്ടിയർ ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ രാവിലെ തിരിച്ചു വരുമ്പോ ഐ വാസ് വെരി സ്ലീപ്പി. സോ ഇവിടെ എത്തുമ്പോഴേക്കും ലിറ്ററലി ഉറങ്ങിപ്പോയതാ. അത് ബൈക്ക് ഓടിച്ചുകൊണ്ട് തന്നെ ഐ സ്ലെപ്റ്റ് ഓഫ്. സോ അത് ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഒരു 20 കിലോമീറ്റർ ഉള്ളൂ ദൂരം. പക്ഷെ ഐ വാസ് ലാസ്റ്റ് 20 കിലോമീറ്റേഴ്സ് എനിക്ക് ഓടിച്ചത് ഓർമ്മേനെ ഇല്ല. അപ്പൊ അങ്ങനെ വീണിട്ട് എന്റെ റിസ്റ്റ് സർജറി ആയതാണ്. റിസ്റ്റ് സർജറി വാസ് ആക്ച്വലി വെരി ബാഡ്. അത് ഡോക്ടർ തന്നെ പറഞ്ഞു, ഇറ്റ് വാസ് ലൈക്ക് ഭയങ്കര കുറെ ചെറിയ ചെറിയ പീസസ് ആയിട്ടുണ്ട് ബോൺസ്, ആൻഡ് ദേ ഹാഡ് എ ഡിഫിക്കൽട്ട് ടൈം പുട്ടിങ് ഇറ്റ് ടുഗദർ, ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് ആൻഡ് ആ സമയത്ത് ഇറ്റ് വാസ് വെരി ഡിഫിക്കൽട്ട്, ബിക്കോസ് എനിക്ക് അറിയില്ല ഇനി ഓടിക്കാൻ പറ്റുമോ ഇല്ലേ എന്ന്. ബിക്കോസ് ഞാൻ ലഡാക്ക് പോകാൻ പറ്റാണ്ട് തിരിച്ചു വന്ന് കഴിഞ്ഞിട്ടാണ് ഈ സംഭവം ഉണ്ടായത്. സോ ഇനി എനിക്ക് പോകാൻ പറ്റുമോ, അപ്പൊ ഒരു ചാൻസ് എന്റെ അടുത്ത് ഉണ്ടായിരുന്നു, ഞാൻ എടുത്തില്ലല്ലോ എന്നൊക്കെ ഒരു സങ്കടം എനിക്ക് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അഗൈൻ അതിപ്പോ 2 months സ്റ്റാർട്ടഡ് റൈഡിങ് ബാക്ക് ഒക്കെ അതെടുത്തുള്ളൂ, ഗെറ്റിംഗ് ബാക്ക്. അപ്പം ഒത്തിരി സന്തോഷമുണ്ട്. ഒത്തിരി പേർക്ക് ഇൻസ്പിറേഷൻ ആകുന്ന ആൾ തന്നെയാണ് സീമ. അപ്പോൾ എന്തായാലും ഇതുപോലെ യാത്ര പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വലിയൊരു മോട്ടിവേഷൻ തന്നെ ആകട്ടെ. നന്ദി.